വെൽക്കം ടു പ്രൈംലോഗ് കാറ്റലോഗ് ഫുൾ ഫീച്ചേഴ്സ് വാക്ക് ത്രൂ വീഡിയോ. ഇതിൽ നമുക്ക് പ്രൈംലോഗിലുള്ള ബാക്ക് എൻഡ് ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമുക്കിതിൻ്റെ ബാക്ക് എൻഡിൽ ലോഗിൻ ചെയ്യാം. നമ്മുടെ സൈറ്റ് /admin എന്ന് പറയുന്ന URL നമുക്കിതിൻ്റെ ബാക്ക് എൻഡ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വരിക ഒരു ഡാഷ്ബോർഡാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ പുതിയ ഓർഡേഴ്സ് എത്ര ഉണ്ട്, ടോട്ടൽ ഓർഡേഴ്സ് എത്രയാണ്, നമുക്ക് ഇത്ര പ്രൊഡക്ട്സ് ഉണ്ട്, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഇൻസൈറ്റ്സ് ആണ് ഫസ്റ്റ് ഇതിൽ വരിക. കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാർട്ട്, മന്ത്ലി സെയിൽസ്, ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചാർട്ട് റിപ്പോർട്ട് കിട്ടും. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു പുതിയ ഓർഡർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ന്യൂ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഓർഡേഴ്സിലേക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓർഡേഴ്സ്, അവരുടെ കസ്റ്റമർ ആരാണ്, ഏത് റീജിയൻ നിന്നാണ്, എത്ര രൂപയുടെ സെയിൽസ് ആണ്, പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, ഓർഡർ സ്റ്റാറ്റസ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പുതിയ ഓർഡേഴ്സ് കാണാൻ പറ്റും. ഇനിയെല്ലാം നമുക്ക് ഫുൾ ഓർഡേഴ്സ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് മെനുവിൽ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലുള്ള ഫുൾ മെനു ഓർഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റ് വെച്ച് ഫിൽറ്റർ ചെയ്യാം, കസ്റ്റമറുടെ പേര് വെച്ച് ഫിൽറ്റർ ചെയ്യാം, ഓർഡർ സ്റ്റാറ്റസ് നോക്കിയിട്ടും പേയ്മെൻറ്റ് അടച്ചവരെയൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് എക്സലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഓൾ ഓർഡറിൻ്റെ വ്യൂ ഡീറ്റെയിൽസിലേക്ക് എടുത്താൽ ഇത് ഏതാണ് പ്രൊഡക്റ്റ്, അതിൻ്റെ SKU കോഡ് ഏതാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് അവർ ഓർഡർ ചെയ്തത്, ഇങ്ങനെ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പേജ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓർഡറിൻ്റെ ടൈം, കസ്റ്റമർ ആരാണ്, അവരുടെ പ്രൈസ്, അവരെത്ര എമൗണ്ടിൻ്റെ ഓർഡറാണ് ടോട്ടൽ ചെയ്തത്. ഇവിടെ നമുക്ക് ഒരു ഡെലിവറി നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കമ്പനിയുടെ പേരിൽ നമുക്ക് ഐറ്റം സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രിൻ്റ് ചെയ്യാം. അതേപോലെ നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം ഓർഡറിലേക്ക് മാറ്റാം, അതേപോലെ പ്രോസസ്സിങ്ങിലേക്ക് മാറ്റാം, ഷിപ്പായിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ഡെലിവറിയിലേക്കൊക്കെ മാറ്റാൻ പറ്റും. ഈ സെയിം ടൈമിൽ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാം. ഓൺലൈൻ ത്രൂ GPay ത്രൂ ഒക്കെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് റിസീവ്ഡ് ആയിട്ടും മാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓർഡേഴ്സ് മാനേജ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് കുറേ ഓർഡേഴ്സ് ഒരുമിച്ച് നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് മാറ്റണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ സ്റ്റാറ്റസ് ഡെലിവേർഡിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ മാനേജ്മെൻറ്റ് വരുന്നത്. നമുക്ക് ഒരു പുതിയ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സെറ്റിങ്സിൽ ആഡ് ചെയ്ത ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അടുത്ത് നമുക്ക് പ്രൊഡക്ട്സ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിൽ ഇൻവെൻട്രി മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാറ്റഗറി, ബ്രാൻഡ്, പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ 3 മെനു കാണാൻ പറ്റും. ഇതിൽ കാറ്റഗറിയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക, അതേപോലെ ബ്രാൻഡ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കും, എന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. നമുക്ക് കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച കാറ്റഗറീസ് നമുക്ക് കാണാം, അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഹോം പേജിൻ്റെ അകത്ത് ടോപ്പിൽ ഇങ്ങനെ ഐക്കൺസ് ആയിട്ട് വന്ന് നിൽക്കും. കാറ്റഗറീൻ്റെ ഐക്കണൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഇവിടെ എഡിറ്റിൽ വന്നിട്ട് പേര്, ഐക്കണ്, ഇതിൻ്റെ ഡിസ്പ്ലേ ഓർഡറിനനുസരിച്ചാണ് ഇത് 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ടോപ്പ് പ്രയോറിറ്റി ഉള്ള കാറ്റഗറി ഫസ്റ്റ് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ കാറ്റഗറി കൊടുത്തിട്ട് ഇവിടെ ഒരു പേര്, കാറ്റഗറിയുടെ പേര്, എത്രാമത്തെ ഓർഡറാണ്, ഇതിൻ്റെ ഒരു ഇമേജും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്ത് അത് ഹോം പേജിൽ കാണിക്കാൻ പറ്റും. അടുത്തത് വരുന്ന ബ്രാൻഡാണ്. നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഡ് ബ്രാൻഡിൽ ഓരോ പുതിയ ബ്രാൻഡും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രാൻഡ് ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞ പേരിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ജനറിക് ബാനറോ അല്ലെങ്കിൽ ഓർഡിനറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത ഓപ്ഷനാണ് നമുക്ക് പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് നമുക്ക്
കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഫോട്ടോ, ഒരു പേര്, ഒരു കോഡ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് പ്രൊഡക്ട്സ് മാനേജ്മെൻറ്റ് നോക്കാം. ഇൻവെൻട്രിയിൽ പ്രൊഡക്ട്സിൽ വന്നാലാണ് നമുക്ക് പ്രൊഡക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുക. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ SKU കോഡ് കാണാം, അതേപോലെ പ്രൊഡക്റ്റിൻ്റെ പേര്, ഇമേജ്. ഇപ്പം ആക്റ്റീവ് ആണോ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്കിത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് പിന്നെ കസ്റ്റമർക്ക് കിട്ടില്ല, ഇത് പിന്നെ ആരും ഓർഡർ ചെയ്യില്ല. ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പേര്, ഏത് കാറ്റഗറിയാണ്, ഏത് ബ്രാൻഡിൻ്റെ അണ്ടറിലാണെന്നൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെ ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ്, ഇപ്പോഴുള്ള പ്രൈസ്, അതേപോലെ ഓൾഡ് പ്രൈസ്, ഈ രണ്ട് പ്രൈസാണ് വരിക. രണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു ഓൾഡ് പ്രൈസ് ഇവിടെ കട്ട് ചെയ്തിട്ട് കാണുന്നതാണ് ഓൾഡ് പ്രൈസ്. കറണ്ട് പ്രൈസാണ് നമുക്ക് പ്രൈസിൽ വരിക, ഇതായിരിക്കും കസ്റ്റമർ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രൈസ്. പിന്നെ നമുക്ക് പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ പാക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസ് എന്താണ്, അത് വേരിയൻറ്റ്, അടുത്ത പ്രൈസ്, അതിൻ്റെ വേരിയൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കോമ ഇട്ടിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും പർച്ചേസ് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് സ്റ്റോക്ക് ക്വാണ്ടിറ്റിയാണ്. സ്റ്റോക്ക് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ 0 ആയി മാറും, അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. പിന്നെയും നമുക്ക് ക്വാണ്ടിറ്റി, സ്റ്റോക്കിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിനിമം ക്വാണ്ടിറ്റി, ഹോൾസെയിലേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് മിനിമം ക്വാളിറ്റി ഒരു 10 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെയർ കസ്റ്റമർ മിനിമം 10 എണ്ണം ഓർഡർ ചെയ്യുന്ന രീതിയിലായിരിക്കും വരിക. പിന്നെയുള്ളതൊരു പ്ലേസ് ഓർഡർ വിത്തൗട്ട് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് നമുക്ക് മാനുഫാക്ചറിങ് ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഓർഡർ സ്റ്റോക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ നമുക്ക് എത്രയും സ്റ്റോക്ക് സെർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് യെസ് കൊടുത്താൽ മതി. കസ്റ്റമർ വന്ന് എത്ര ഓർഡർ ചെയ്താലും ഈ ഒരു സ്റ്റോക്ക് ബ്ലോക്ക് ആവില്ല. ഇവിടെ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണ്, പിന്നെ ഇതിൻ്റെ SKU കോഡ് ചൂസ് ചെയ്യാം. അതേപോലെ ഒരു സ്ലഗ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. SEO പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ലഗ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അടുത്തത് നമുക്ക് സൈസും കളറും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. സൈസിൽ നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് ഓപ്ഷൻ വരികയാണെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ സൈസ് വരികയാണെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് മീഡിയം സൈസിലുണ്ട് എന്നൊക്കെ ആഡ് ചെയ്താൽ കസ്റ്റമർ അതിനനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്തോളും. പിന്നെ ഉള്ളത് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റൈൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിന് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ ചില ആൾക്കാർ നമുക്ക് റിട്ടേൺ പോളിസി എന്താണെന്നോ ഈ പ്രൊഡക്റ്റ് എങ്ങനെ സെർവ് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കാറുണ്ട്. അടുത്തത് നമുക്കിത് ഫ്രീ ഡെലിവറി യെസ് ഓർ നോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ഡെലിവറി യെസ് കൊടുത്താൽ അത് ഫ്രീ ഡെലിവറിന്ന് പ്രൊഡക്റ്റിൻ്റെ കൂടെ ടാഗായിട്ട് എഴുതി കാണിക്കും. നോ ആണെങ്കിൽ നമ്മൾ കാണിക്കില്ല. നോയിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ഡെലിവറിന്ന് കാണിക്കണ്ട, പക്ഷെ നമ്മൾ ഡെലിവറി ചാർജ് മെൻഷനും ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് 0 കൊടുത്താൽ മതി. ഇനി ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെലിവറി ചാർജ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഡെലിവറി ചാർജും കൊടുക്കാം. ഇതേപോലെ പ്രൈസിലും നമുക്ക് 0 കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 0 കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് മെൻഷൻ കാണിക്കില്ല. അടുത്ത ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ സെക്കൻഡ് ഇമേജ് ആയിട്ടോ തേർഡൊക്കെ ആയിട്ട് വീഡിയോ കാണിക്കണമെങ്കിൽ ഇവിടെ നമുക്കതിൻ്റെ എംബഡഡ് കോഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ വീഡിയോ എടുക്കാം. AI is changing. ഇവിടെ നമുക്ക് കോപ്പി എംബഡഡ് കോഡ് കിട്ടും. ഈ കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതൊരു സെക്കൻഡ് വീഡിയോ ആയിട്ട് കസ്റ്റമർക്ക് ഇതിൻ്റെ ഒരു വീഡിയോ വാക്ക് ത്രൂ കാണിച്ചു കൊടുക്കാൻ പറ്റും.
പിന്നെ നമുക്കിതിൽ മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഇമേജ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ റിമൂവ് ഐക്കൺ അമർത്തിയാൽ മതി. പുതിയ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒരു കമ്മിങ് സൂൺ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു ഡ്രാഫ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാണ് വേണ്ടെങ്കിൽ ഇത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇത് ഓർഡർ ചെയ്യാൻ പറ്റില്ല. പകരം ഇതൊരു കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ കാണിക്കും. പിന്നീട് നമ്മൾ റേറ്റൊക്കെ കൊടുത്ത് അവൈലബിൾ ആക്കി കൊടുത്താൽ മതി. അതേപോലെ ഷോ ഇൻ ഹോം പേജ് ചെക്ക് ബോക്സ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഹോം പേജിൽ കാണിക്കുള്ളൂ. ഇത് അൺചെക്ക്ഡ് ആണെങ്കിൽ ഹോം പേജിൽ ഇത് വരില്ല. ഈ രീതിയിൽ നമുക്കൊരു പ്രൊഡക്റ്റ് പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാനും പറ്റും. പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ബൾക്കായിട്ട് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇതിലുണ്ട്. നമുക്ക് ഉള്ള കറൻറ്റ് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഫുള്ള് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടണാണ് ഈ ബട്ടൺ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സും ഇതിൽ കാണിക്കും. എന്നിട്ട് ഇതിലെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, സ്റ്റോക്ക് ക്വാണ്ടിറ്റി എത്രയാണ്, ഇത് മൂന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഫയലിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രൈസിൽ നമ്മുടെ ഫുൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ആവും. അടുത്ത് നമുക്ക് ബാനർ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിലുള്ള ഹോം പേജിലെ ബാനേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കുള്ളത് 2 ബാനറാണ്. ഒന്ന് നമുക്ക് ടോപ്പിലും ഒന്ന് ഏറ്റവും താഴെയും. ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇമേജസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്കും എങ്ങോട്ട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലേക്കോ അല്ലെങ്കിൽ സ്പെസിഫിക് ബ്രാൻഡിലേക്കോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച് എവിടേക്കാണ് ഈ ഒരു കസ്റ്റമർ ഇത് ക്ലിക്ക് ചെയ്താൽ പോകേണ്ടതെന്നുള്ളത് നമുക്ക് ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബാനർ മെനുവിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള കംപ്ലീറ്റ് ബാനേഴ്സ് ഇതിൽ ലിസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫറാണ്, ഓഫർ വാലിഡിറ്റി കഴിഞ്ഞാൽ നമുക്കത് ഡിസേബിൾ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ അതേപോലെ ഡിസ്പ്ലേ ഓർഡറും ഉണ്ട്. നമുക്ക് ഏത് ബാനർ ഫസ്റ്റ് കാണിക്കണം, ഏത് സെക്കൻഡ് വരേണ്ടതെന്നൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ഒരെണ്ണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ബാനറും ക്ലിക്ക് ചെയ്യാം. പഴയത് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ബാനറിന് ഒരു നെയിം കൊടുത്തു. ഇതിനൊരു URL ഉണ്ട്. ഈ ഒരു URL ഞാനൊരു കാറ്റഗറിയിൽ ഒരു പ്രൊഡക്റ്റിലേക്കാണ് കൊടുത്തത്. ഓഫീസ് ചെയർ എന്ന് പറഞ്ഞ കാറ്റഗറി പ്രൊഡക്ട്സിലേക്കാണ് ഇതിൻ്റെ ലിങ്ക് കൊടുത്തത്. ഇത് ഫ്രണ്ട് എൻഡിൽ വരിക. ഓഫീസ് ചെയർ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാനറിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാനർ ഇമേജസ്, നമുക്ക് 2 തരം ഇമേജസ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന് നമുക്ക് ഒരു ഫുൾ വിഡ്ത്ത് ബാനർ, നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പിലുള്ള ബാനർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നവർക്കും ഒരു സ്ക്വയറിലുള്ളൊരു ബാനർ നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യുന്നവർക്കും രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇമേജ് കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്കിത് ഹോമിലെ മുകളിൽ കാണിക്കണോ അല്ലെങ്കിൽ താഴെ കാണിക്കണോ എന്നുള്ള ചെക്ക് ബോക്സ് ആണ്. രണ്ടും കൊടുത്താൽ 2 സ്ഥലത്തും വരും. ഇങ്ങനെ നമുക്ക് ബാനേഴ്സ് മാനേജ് ചെയ്യാം. ബാനറിൻ്റെ യൂസേജ് നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കൊടുത്തിട്ട് നമുക്കൊരു പ്രൊഡക്ട്സിലേക്ക് അതിൻ്റെ ലിങ്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഓഫർ മാനേജ്മെൻറ്റ് ആണ്. ഓഫർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹോം പേജിൽ നമുക്ക് പല കസ്റ്റം ടൈപ്പ് ഓഫേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ന്യൂ ഇയർ ഓഫർ, അതേപോലെ 48% ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ടൈറ്റിലും സെറ്റ് ചെയ്യാം. അതിൽ കുറച്ച് പ്രൊഡക്ട്സും ആഡ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് എൻഡിൽ വന്നിട്ട് മെനുവിൽ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു മെനു കാണും. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്ത ഗ്രൂപ്പ്സ് എല്ലാം ലിസ്റ്റ് ആവും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെ പ്രൊഡക്ട്സൊക്കെ മാറ്റണമെങ്കിൽ ട്രെൻഡിങ് പ്രൊഡക്ട്സിൽ ഞാൻ കൊടുത്ത പ്രൊഡക്ട്സ് പുതിയത് ആഡ് ചെയ്യാനും പഴയത് റിമൂവ് ചെയ്ത് സേവ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് ഹോം പേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ ഇൻ ഹോമും കൊടുത്ത്
നമ്മുടെ ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റിൽ നമുക്ക് ഈ ഒരു ഓഫറും കൂടെ അതിൽ പ്രൊഡക്ട്സും കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് നമുക്ക് കസ്റ്റമേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം, അതേപോലെ ബാനറിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ പല യൂസേജും നമുക്ക് ഈ ഒരു ഓഫർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് അഡ്മിൻസ് മാനേജ്മെൻ്റ് ആണ്. അഡ്മിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റോൾസിലാണ് ചെയ്യുക. റോളിലൊരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ റോൾ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ഓർഡേഴ്സ് മൊത്തം നമ്മൾ അയാൾക്ക് മാനേജ് ചെയ്യാൻ കൊടുക്കാം. അതേപോലെ പ്രൊഡക്റ്റ് മാനേജ് ചെയ്യാൻ വേറൊരാൾക്ക് കൊടുക്കാം. ഇതേപോലെ നമുക്ക് പല പല റോൾസിൽ പല യൂസേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് കൂടുതൽ സ്റ്റാഫുകളുള്ള കമ്പനികളാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു റോൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു അഡ്മിൻസിൽ കയറിയിട്ട് ഈ ഒരു അഡ്മിൻ ആഡ് ചെയ്യും. അയാൾക്കൊരു യൂസർ നെയിം കൊടുക്കും, പാസ്വേഡും ഏത് റോളിലാണെന്നുള്ളതും കൊടുത്ത് ആഡ് ചെയ്താൽ ആ ഒരു അഡ്മിനെ യൂസ് ചെയ്തിട്ട് അയാൾക്ക് അസൈൻ ചെയ്ത റോൾസ് എല്ലാം ആക്സസ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് കൂടുതൽ ആളുകൾക്ക് ഇതിൽ യൂസർ മാനേജ്മെൻറ്റ് കൊടുക്കാറ്. അടുത്തത് റീജിയൻ മാനേജ്മെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റീജിയൻസ് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഓർഡർ വരേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമർ വന്ന് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ വന്നിട്ട് അവർക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് സെറ്റ് ചെയ്തിട്ട് അവരുടെ ഡെലിവറി അഡ്രസ്സും അടിക്കും. ആ സമയത്ത് നമുക്ക് ഒരു റീജിയൻ, നമ്മൾ ഏതൊക്കെ റീജിയനിൽ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സ്ഥലത്ത് മാത്രമേ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡെലിവറി ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്നുള്ള ഓർഡേഴ്സിനെ എൻക്വയറീസിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നമുക്ക് കേരള, കർണാടക ഒക്കെ ഞാൻ അലോ കൊടുത്തിട്ടുണ്ട്. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷൻസിൽ റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഇതിൽ ആഡ് ചെയ്തിടാം. ഇവിടെ നമുക്ക് ബൾക്കായിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഒരു എക്സൽ ഷീറ്റിൽ കംപ്ലീറ്റ് ലിസ്റ്റും താഴെ ആഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇവിടെ മാനുവലി ഓരോ റീജിയനായിട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ഒരു റീജിയനിൽ നമ്മൾ ഡെലിവറി നിർത്തുകയാണെങ്കിൽ നമുക്കിത് സസ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത ഓപ്ഷൻ നമുക്ക് വരുന്നത് ബ്ലോഗാണ്. നമുക്ക് SEO കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റിൽ ബ്ലോഗ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനുവിൽ ബ്ലോഗിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബ്ലോഗ് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ബ്ലോഗ്സും നമുക്കിതിൽ ലിസ്റ്റ് ചെയ്യും. ഇത് നമുക്ക് ഒഴിവാക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഇതിലുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ടൈറ്റിൽ ഓതർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ പേരിലാണ് ബ്ലോഗ് എഴുതുന്നത് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു തംബ്നെയിൽ ഇമേജ്, അതേപോലെ നമ്മുടെ പബ്ലിഷ്ഡ് ഡേറ്റ്, ഇതിലെ കണ്ടൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനും. ഇത് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ മെനുവിൽ വരും. അതേപോലെ ഫൂട്ടറിലും ഇതിൻ്റെ ലിങ്ക്സൊക്കെ വരും. ഇനി ഒരു ബ്ലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കാണാം. വേറെ ബ്ലോഗിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അടുത്ത ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ഇതിലുള്ള നമ്മുടെ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്കിപ്പോൾ കമ്പനി നെയിം, ഇമെയിലൊക്കെ, ഫോൺ നമ്പർ, ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റിങ്സ് മാനേജ്മെൻറ്റിൽ വന്നിട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഫോൺ നമ്പർ, ഇമെയിൽ, വാട്സാപ്പ് നമ്പർ, കോണ്ടാക്ട് നമ്പർ, നമ്മുടെ കമ്പനി അഡ്രസ്സ്, കൺട്രി കൂടെ ഏതാണ് വേണ്ടത്, നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കറൻസി കോഡ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ലോഗോ, നമുക്ക് ഏത് തീം കളറാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഹോം പേജിൽ
ഏതെങ്കിലും വീഡിയോ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സെറ്റിങ്സ് ത്രൂ അത് മാറ്റാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമ്മളൊരു യൂട്യൂബ് വീഡിയോ എംബഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇവിടുന്ന് മാറ്റാം. ഗൂഗിൾ അനലിറ്റിക്സ് കോഡ് ആഡ് ചെയ്യാം. അതേപോലെ SEO മെറ്റ ടാഗുകൾ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത്. ഇതേപോലെ നമുക്ക് എബൌട്ട് അസ് പേജിൻ്റെ സെറ്റിങ്സും എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എബൌട്ട് അസ് പേജ് സെറ്റിങ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു പേജ് നമുക്ക് കിട്ടും. ഇതിലെ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ എബൌട്ട് അസ് സെറ്റിങ്സിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, അവിടുത്തെ ഡിസ്ക്രിപ്ഷന്, ഇമേജ്, ഈ കാര്യങ്ങളാണ് ഇവിടെ വരിക. ഈ ഒരു ഇമേജും ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനും ഇവിടെ ഒരു ഹെഡിങ്ങും. ഇതേപോലെ തന്നെ നമുക്കൊരു സെക്കൻഡ് ടൈറ്റിലും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും അതിനൊരു ഫോട്ടോയും നമുക്ക് ഇവിടെ കൊടുക്കാം. രണ്ടാമത്തെ ഹെഡിങ്, അതിൻ്റെ ഫോട്ടോ, ഇമേജ്. പിന്നെ ഇതിൽ ഓപ്ഷനുകൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആഡ് ചെയ്യാനാണ്. നമുക്ക് 16+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കിതിൽ ആഡ് ചെയ്യാം. 1 million ഹാപ്പി കസ്റ്റമേഴ്സ്, അതേപോലെ 100% ഗ്യാരണ്ടി ക്വാളിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ്, വൈ ചൂസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫീച്ചറിന് നമുക്കൊരു ഐക്കൺ കൊടുക്കാം, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ നമുക്ക് ഇതിൽ ടൈറ്റിലില്ലാതെ ഐക്കണും ഡിസ്ക്രിപ്ഷനും മാത്രവും, ഐക്കണില്ലാതെ ഹെഡിങ്സ് മാത്രം, ഈ കോമ്പോസിഷനിലൊക്കെ നമുക്ക് ഈ ഒരു എബൌട്ട് അസ് പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയും SEO കാര്യങ്ങൾ നമുക്ക് ടൈറ്റിൽ, കീവേഡ്സ്, URL, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് SEO കാര്യങ്ങളും ടാഗുകളും മാറ്റാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അടുത്ത് ഇതേപോലെ നമുക്ക് കോണ്ടാക്ട് അസ് പേജിൻ്റെ ഇതും സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ കോണ്ടാക്ട് അസ് ഉണ്ടാവുക. നമുക്കൊരു ഹെഡിങ്, നമ്മുടെ ലൊക്കേഷന്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഒരു ഫോം, FAQ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സിൽ, കോണ്ടാക്ട് അസ് സെറ്റിങ്സിൽ വന്നാൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കോണ്ടാക്ട് പേജിലെ കണ്ടൻസ്, നമുക്ക് ടൈറ്റിൽ എന്താണ് കൊടുക്കേണ്ടത്, നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷന്, ഡിസ്ക്രിപ്ഷന്, ഈ കോണ്ടാക്ട് അസ് പേജിൻ്റെ SEO കാര്യങ്ങളൊക്കെ നമുക്കിവിടുന്ന് മാറ്റാം. ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ FAQ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്, ആൻസർ എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കോണ്ടാക്ട് അസ് പേജിൽ കാണിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ആഡ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ടേംസ് ആൻഡ് കണ്ടീഷൻ ഡ്രാഫ്റ്റ് ഇതിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കസ്റ്റമർക്ക് ഓണാവും. ഞാനിവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രിപ്പയർ ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതിൽ ലിസ്റ്റായിട്ട് വരും. ഇതേപോലെ നമുക്കൊരു പ്രൈവസി പോളിസിയും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതർ ഫീച്ചേഴ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്ലാഷ് മെസ്സേജ്, നമുക്കിതിൽ കുറച്ച് ഫ്ലാഷ് മെസ്സേജസ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോം പേജിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് നമ്മുടെ പ്രത്യേകതകളോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ പേരോ കാറ്റഗറിയുടെ പേരോ അല്ലെങ്കിൽ ഓഫേഴ്സിൻ്റെ പേരോ ഇതൊക്കെ നമുക്കൊരു ഫ്ലാഷ് ആയിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് ഓരോന്നോരോന്ന് ആഡ് ചെയ്താൽ ഇത് കസ്റ്റമർക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കും. ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതുള്ളത് പോപ്പപ്പ് മെസ്സേജാണ്. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പുതിയ എന്തെങ്കിലും ഓഫർ, നമുക്ക് ഇതൊരു വൺ ടൈം രീതിയിലാണ് കാണുക. അതായത് ഒരു പുതിയ കസ്റ്റമർ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് ആയിട്ടുള്ള ഒരു ആഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓഫർ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പോപ്പപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതേഴ്സിൽ പോപ്പപ്പ് മെസ്സേജിൽ വന്നാൽ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ആഡ് പോപ്പപ്പ് മെസ്സേജ് ബട്ടണിൽ വന്നിട്ട് അതിൻ്റെ ഇമേജ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ
കസ്റ്റമർ വന്ന് ഫസ്റ്റ് കാണുക ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിരിക്കും. ആ പ്രൊഡക്റ്റിലേക്ക് കസ്റ്റമർ റീഡയറക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ മെനു കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിതിൽ ഹോം, എബൌട്ട്, പ്രൊഡക്റ്റ്, കോണ്ടാക്റ്റസ് എന്നൊക്കെയുള്ള മെനു നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ട് രീതിയിൽ മെനു സബ് മെനു ആയിട്ടും ആഡ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്തൊരു മെനു ആണ് പേജസ്. ആ മെനുവിൻ്റെ അണ്ടറിൽ ഞാൻ എബൌട്ടസ് എന്ന് പറഞ്ഞൊരു പേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പേജസ് എന്ന് പറഞ്ഞൊരു മെനു ആഡ് ചെയ്തു. ഇനി അതിൻ്റെ സബ് മെനു ആയിട്ട് എബൌട്ടസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ഇനി ഈ ഒരു പേജസിന് അണ്ടറിലൊരു അടുത്ത പേജും കൂടെ വേണമെങ്കിൽ എനിക്കിവിടെ ഒരു സബ് മെനു ആഡ് ചെയ്യാം. എബൌട്ട് കമ്പനി എന്ന് പറഞ്ഞ രീതിയിൽ ഞാനൊരു സബ് മെനുവും കൂടെ ആഡ് ചെയ്തു. ഇവിടെ വരുന്ന സമയത്ത് എബൌട്ട് കമ്പനി എന്ന് പറഞ്ഞ് രണ്ട് പേജസ് ആയി. ഇത് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ട് പോകണം എന്നുള്ള URL നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് അഡീഷണൽ മെനു ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആഡ് മെനു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പാരൻ്റ് ആയിട്ടാണ് ആഡ് ആവുക. ഒരു ഐറ്റായിട്ട് ഇവിടെ ആഡ് ആവും. അതിന് ലിങ്ക് കൊടുക്കാം. ഇനി അണ്ടറിൽ വരണമെങ്കിൽ നമ്മൾ അതിലേക്ക് സബ് മെനു ആയിട്ട് ആഡ് ചെയ്താൽ മതി. അടുത്ത ഫീച്ചറാണ് ഡൈനാമിക് പേജസ്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഡൈനാമിക് ആയിട്ട് നമുക്ക് പേജസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റ്, കാറ്റഗറി ഡീറ്റെയിൽസ്, ബ്ലോഗൊന്നും അല്ലാതെ തന്നെ നമുക്ക് കസ്റ്റം ഇതേപോലത്തെ പേജ് നമുക്ക് ഡിസൈൻ ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതറിൽ വന്നിട്ട് പേജസ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ച പേജസ് ഇതിൽ കാണാം. അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു പേജ് ആഡ് ചെയ്താൽ നമുക്കൊരു URL ആണ് കിട്ടുക. അതിൻ്റെ സെക്ഷൻസിലാണ് നമ്മൾ ഓരോ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സെക്ഷനായിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുക. ഈ സെക്ഷനൊരു ടെംപ്ലേറ്റ് ടൈപ്പ് ഉണ്ട്. ഇതൊരു സെക്ഷനാണ് ഹീറോ സെക്ഷൻ. ഇതൊരു കണ്ടൻറ്റ് സെക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇമേജിലുള്ളൊരു സെക്ഷനുണ്ട്. പിന്നെ താഴെ മൾട്ടിപ്പിൾ കാർഡ്സ് വരുന്നൊരു സെക്ഷൻ. പിന്നെ വീണ്ടും ഒരു ഹീറോ സെക്ഷൻ. ഇങ്ങനെ നമ്മൾ സെക്ഷനായിട്ട് ഇതിൽ ആഡ് ചെയ്യും ഒരു പേജിൻ്റെ അകത്ത്. ഇതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ പേജസിൽ വന്നിട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു പേജാണ് എബൌട്ടസ്. അതിൻ്റെ സെക്ഷൻസിൽ വന്നാൽ അതിൽ ആഡ് ചെയ്ത സെക്ഷൻസ് കാണാം. അല്ലെങ്കിൽ പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാം. ഇവിടെ ഡിസ്പ്ലേ ഓർഡർ ഉണ്ട്. ഈ ഓർഡറിനനുസരിച്ചായിരിക്കും ഇത് താഴേന്ന് മേലേന്ന് താഴോട്ട് ഇത് ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു സെക്ഷൻ, നമ്മൾ ഈ പേജിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ ആഡ് ചെയ്തത് പ്രൈം ചെയർ എബൌട്ടസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ ടൈപ്പ് ഹീറോ സെക്ഷനാണ്. ഹീറോ സെക്ഷൻ ഈ രീതിയിലാണ് ഉണ്ടാവുക. അതിനൊരു ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്, ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു കളർ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെൽക്കം ടു പ്രൈം ചെയർസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇതിൽ കൊടുത്തത്. ഈ ഒരു സെക്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്താൽ ഇത് സ്പ്ലിറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പിലുള്ള ടെംപ്ലേറ്റാണ് ഇതിന് യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് വീണ്ടും ഒരു ഹെഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ്. നമ്മൾ ഇമേജ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അടുത്ത സെക്ഷനിലേക്ക് പോയാൽ ബെസ്റ്റ് ഫർണിച്ചർ കമ്പനി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്. ഇത് രണ്ടാമത്തെ ഹെഡിങ് ആയിട്ടാണ് കൊടുത്തത്. മെയിൻ ഹെഡിങ് ഇതിൽ കൊടുക്കാതെ രണ്ടാമത്തെ ഹെഡിങ് ആയിട്ട് ഇതിൽ കൊടുത്തു, ബെസ്റ്റ് ഫർണിച്ചർ കമ്പനി ഇന്ത്യ. ഇതും നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റ് കാർഡ്സ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ടൈപ്പിലാണ് ഇതും ചെയ്തത്. ഇതിൽ നമുക്ക് സെക്ഷൻസിൽ ടൈറ്റിൽ കൊടുത്തിട്ടില്ല, ഓർഡർ കൊടുത്തു, ഒരു ബെസ്റ്റ് ഫർണിച്ചർ കമ്പനി ഇന്ത്യയും കുറച്ച് ടെക്സ്റ്റും കൊടുത്തു.
എന്നിട്ട് ഇതിലൊരു ഇമേജ് അപ്ലോഡ് ചെയ്തു. ഇമേജ് നമുക്ക് ലെഫ്റ്റിൽ വേണോ റൈറ്റിൽ വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇമേജിന് നമുക്ക് ഒരു വിഡ്ത്ത് 50% വിഡ്ത്താണ് ഇതിൽ കൊടുത്തത്. നമുക്ക് പകുതിയും പകുതിയായിട്ട് കണ്ടൻറ്റിനനുസരിച്ച് നമുക്ക് ഇമേജിൻ്റെ വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷനിലേക്ക് വന്നാൽ അവർ ആഡ് ചെയ്തത് ഡിസൈൻഡ് കംഫർട്ട് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇതിൻ്റെ ടെംപ്ലേറ്റ് ടൈപ്പ് കാർഡ് സെക്ഷൻ എന്ന് പറഞ്ഞ ടെംപ്ലേറ്റ് ടൈപ്പിലാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ഓരോ കാർഡായിട്ട് 4 കാർഡ്സ് വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ കയ്യിൽ 3 കാർഡ്സ് മതിയെങ്കിൽ 3 എണ്ണം ഫില്ല് ചെയ്താൽ മതി. നമുക്കൊരു കാർഡിൽ വരിക ഫോട്ടോ വരും, ഹെഡിങ് വരും, ഡിസ്ക്രിപ്ഷൻ വരും. അതേപോലെ നമുക്കൊരു ഹെഡിങ്, ഫോട്ടോ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത്രയും ആഡ് ചെയ്തത് കൊണ്ട് 3 കാർഡാണ് ഇതിൽ ആഡ് ചെയ്ത് ബിൽഡ് ടു ലാസ്റ്റ്. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് ടൈപ്പ് സെക്ഷൻ ഉണ്ടാക്കാം. പിന്നെ വരുന്നത് ഒരു ഹീറോ ടൈപ്പ് സെക്ഷനാണ്. അതിന് പേരൊന്നും കൊടുക്കാതെ ഒരു ഇമേജ് മാത്രം കൊടുത്തിട്ട് ഒരു ഹീറോ ടൈപ്പ് സെക്ഷൻ, ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെയും ഒരു 4 കാർഡ് വരുന്ന ഒരു കാർഡ്സ് ടൈപ്പ് സെക്ഷൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവർ കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് കാർഡ് സെക്ഷനാണ്. ഇതിൽ കാർഡ് 1 തോട്ട്സ് ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്, ഒരു ടെക്സ്റ്റ്, ഒരു ഐക്കൺ, അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനത്തെ 4 കാർഡ്സ് ആഡ് ചെയ്തത് നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് കുറേ ടെംപ്ലേറ്റ് ടൈപ്പുകളുണ്ട്. നമുക്കിതിൽ നമ്മുടെ പ്രൊഡക്ട്സ് കാണിക്കാം, കാറ്റഗറീസ് കാണിക്കാം, യൂട്യൂബ് വീഡിയോ കാണിക്കാം, ഫ്ലാഷ് മെസ്സേജസ് കാണിക്കാം, സ്റ്റോർ, നമ്മുടെ കയ്യിലുള്ള സ്റ്റോർസ് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ ഇതിലുള്ളത് നമുക്ക് പ്രൊഡക്റ്റ് കാറ്റലോഗ്സ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് എൻഡിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. PDF വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാറ്റഗറി ഒക്കെ ചൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഓഫീസ് ചെയർ എന്ന് പറഞ്ഞ കാറ്റഗറി ഞാൻ ഫിൽറ്റർ ചെയ്തിട്ട് എനിക്കിതിലുള്ള എല്ലാ പ്രൊഡക്ട്സും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഫീച്ചർ തന്നെ നമുക്ക് ഫ്രണ്ട് എൻഡിലുണ്ട്. പ്രൊഡക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയിലാണോ അതിൻ്റെ PDF ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് മൊത്തം കസ്റ്റമർക്ക്, ഓൾ പ്രൊഡക്ട്സ് ആണെങ്കിൽ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് PDF-ലേക്ക് എടുക്കാൻ പറ്റും, കാറ്റലോഗ് എടുക്കാൻ പറ്റും. നമുക്ക് അഡ്മിൻ സൈഡിൽ നിന്നും നമുക്ക് വേണ്ട പ്രൊഡക്ട്സ് മാത്രം സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു PDF സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് PDF ഓഫ് ആക്കിയിടാൻ പറ്റും. കസ്റ്റമേഴ്സ് PDF എടുക്കണമെങ്കിൽ ഇത് ഓഫ് ആക്കിയിടാം. ഇതിൻ്റെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും നമുക്ക് പിക്ചറായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത 2 ഫോട്ടോസ് ഇങ്ങനെ ഒരു A4 സൈസിൽ 2 ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ നമുക്ക് കമ്പനി ലോഗോ യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്രൈസ് കാണിക്കണമെങ്കിൽ ഷോ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ആക്കാം. നമുക്ക് 2 ടൈപ്പ് ലേ ഔട്ട് വരുന്നുണ്ട്. ഗ്രിഡ് ലിസ്റ്റ് അത് യൂസ് ചെയ്യാം. ഫൂട്ടറിൽ എന്താണ് ടെക്സ്റ്റ് കൊടുക്കേണ്ടതെന്ന് കൊടുക്കാം. ഇതേപോലെ ഇതാണ് ഫൂട്ടറിലെ ടെക്സ്റ്റ് വരിക. പ്രിൻ്റഡ് ഡേറ്റും ടൈമും കാണിക്കണമെങ്കിൽ നമുക്കത് ഓണാക്കി കൊടുക്കാം. പിന്നെ ബോർഡർ കൊടുക്കാം, ഹെഡർ ലൈൻ കളറ്, തീം കളറ്, ഫൂട്ടർ ലൈനിൻ്റെ കളറ്, ഈ കളേഴ്സൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് തീം കളർ വരുന്നത്. താഴത്തെ ഫൂട്ടർ ലൈൻ കളർ ഇതാണ് വരുന്നത്. ഹെഡർ ലൈൻ കളർ ഇങ്ങനെയാണ്. ഈ രീതിയിൽ നമുക്ക് PDF-ഉം നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അടുത്ത നമുക്ക് കോണ്ടാക്ട് അസ് പേജിൽ വന്ന് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് പേജിലാണ് കിട്ടാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കോണ്ടാക്ട് അസ് പേജ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് നമ്മൾ കോണ്ടാക്റ്റ് അസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സ്, അവരുടെ പേര്, അവരയച്ച മെസ്സേജ്, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്ത് നമുക്ക് റിപ്പോർട്ട്സ് ആണ്. നമുക്കിതിൽ പലതരം റിപ്പോർട്ട്സ് നമുക്കിതിൽ കിട്ടും. റിപ്പോർട്ട്സ് മെനുവിൽ വന്നാൽ കസ്റ്റമർ റിപ്പോർട്ടാണ് ഫസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സ്, അവരുടെ പേര്, അവരെത്രത്തോളം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമർ വൈസ് റിപ്പോർട്ട് കിട്ടും. അടുത്തത് നമുക്ക് ഓർഡർ വൈസ് നമുക്കൊരു ഡേറ്റ് ഫ്രമും ടൂവും കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഓർഡേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് എടുക്കാം. പിന്നെ നമുക്ക് ബ്രാൻഡ് സെയിൽ റിപ്പോർട്ട് ഉണ്ട്, അതേപോലെ ലോഗ് റിപ്പോർട്ട്സ്. നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും എത്രത്തോളം ഇതാവുന്നുണ്ട് എന്നുള്ള, അഡ്മിൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റും. കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ ഇതിൽ ലിസ്റ്റ് ആവും. പിന്നെ നമുക്ക് ചേഞ്ച് പാസ്വേഡ് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത്രയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു പ്രൊജക്റ്റിലെ ഫീച്ചേഴ്സ് വരുന്നത്. പ്രൈം ലോഗ് ഓർഡേഴ്സ് കാറ്റലോഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ബാക്ക് എൻഡ്.